ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരവസരം കൂടെ ദാനമായിട്ട് നൽകി തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കം പേർക്കായാണെങ്കിലും തിരുവർക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. അതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം നാം ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമായ വചനം നമ്മൾ ഒരുമിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് വളരെ പരിചയമുള്ളതായ വേദഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെ ദൈവസന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ ഇത് വായിച്ചാട്ടെ. ഭാവങ്ങളെയോ വിവേചിക്കുന്നതുമാകും. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മറന്നതുമായി കിടക്കുന്നു. അവരുമായിട്ടാവുന്നു നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും വായിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഉരുവിടുന്ന ഒരു വേദഭാഗമാണ്. ഈ ദിവസങ്ങളിൽ ഈ വേദഭാഗത്തിൻ്റെ ഹൃദയത്തിലിങ്ങനെ കൂടെ അത് ഉരുവാനും വായിക്കുവാനും ഒക്കെ ഇടയായി തീർന്നപ്പോൾ ചില ആത്മീയ സത്യങ്ങൾ അതിൽ നിന്ന് പറയാമെന്നാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഈ വചനം നമ്മളിങ്ങനെയാണ് വായിച്ചത്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ഞുകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു ശിഷ്ടയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യങ്ങൾ. എബ്രായ ലേഖനകർത്താവ് യഹൂദ വിശ്വാസികളുള്ള ബന്ധത്തിൽ ഈ തിരുവചനം പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് തിരുവചനം അവരോട് പ്രബോധിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ്റെ വചനം, അവൻ്റെ വാക്കുകൾ അത് വളരെ ശ്രദ്ധിക്കുവാനും അത് വായിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയുള്ളതായ ഉത്തരവാദിത്വം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ആദ്യം തന്നെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഈ വചനമാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. അല്ലെങ്കിൽ ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപേ തന്നെ ദൈവത്തിൻ്റെ സമീപത്തുണ്ടായിരുന്ന ദൈവവചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി. അവൻ നമുക്ക് ജീവൻ തന്നു, നമ്മെ ജീവനുള്ള ദേഹിയായി തീർത്തു. അതിനുശേഷം ആ വചനം നമ്മെ ഓരോ ദിവസവും നടത്തുവാനുള്ളതായ ആലോചനകൾ
നിരവധിയായിട്ട് നമുക്ക് തിരുവഴുത്തുകളിലൂടെ നൽകി തന്നു. നമ്മുടെ കയ്യിലുള്ളതായ തിരുവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കറിയാം. അപ്പോൾ തന്നെ അവൻ്റെ വാക്കുകൾ നമുക്കറിയാം. നമ്മൾ ദൈവമക്കളാണ്, ദൈവവചനം വായിക്കുന്നവരാണ്, അതിൻ്റെ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നാം വായിക്കുന്ന വചനത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകാതെ നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. ഇത് വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം എന്നൊക്കെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? തലമുറകളോട് ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന പ്രവൃത്തികൾ നാം അവരോട് അറിയിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വാർത്തത്വമാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് തന്നെ ഇത് വായിക്കുവാനൊന്നും നമ്മളധികം മെനക്കെടാറുണ്ട്. കഴിഞ്ഞ സമച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ഈ വചനം ഇങ്ങനെ വായിക്കും, ആ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഉറക്കം വരും. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. കാരണം എന്താ? ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് സമാധാനം നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ശാന്തമായിട്ടൊക്കെ ഇരിക്കാനും ഉറങ്ങാനും മയങ്ങാനും ഒക്കെ ഇടയായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ജീവനും ചൈതന്യം ഉണ്ടാകുന്നതാണ്. ആ വചനം കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ അത് നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കും എന്ന് മാത്രമല്ല, അത് നമുക്ക് ജീവനുള്ളതാക്കി തീർക്കുന്നു. അതുപോലെ തന്നെ ചൈതന്യം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു ഉണർവുണ്ടാകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം മാത്രമാണ് നമുക്ക് ആശ്വാസം എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ആ വലിയവനായ ദൈവം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സമീപത്ത് നിന്നുകൊണ്ട് നമ്മുടെ പുറത്ത് തട്ടി നമ്മെ ആശ്വസിപ്പിക്കും. അത് നമുക്കത് പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ പ്രതികൂലങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് അത്ഭുതകരമാകുന്ന വിടുതൽ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലുണ്ട്. ആ ദൈവവുമായിട്ടാണ് നമുക്ക് ബന്ധം, അവനുമായിട്ടാണ് നമുക്ക് കാര്യങ്ങളുള്ളത് എന്നൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമ്മെ എപ്പോഴും കാണുന്ന, നമ്മെ എപ്പോഴും അറിയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ നൊമ്പരങ്ങൾ അറിയുന്നത്, ലോകവും ജഡവും പിശാചും ഏതെല്ലാം നിലയിൽ നമ്മെ താഴ്ത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, നാം ആകുലപ്പെട്ടു പോകുമ്പോൾ, ആരും സഹായമില്ല, ഇതോടുകൂടെ എല്ലാം തീർന്നു പോയെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പൊതുവായ ശബ്ദം, മകനെ മകളെ എന്ന് പറഞ്ഞ് നമ്മെ തട്ടി, നമ്മെ ഉണർത്തുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുന്ന തിരുവചനം, അത് നമുക്ക് അതിൽ സന്തോഷിപ്പാനും ആനന്ദിപ്പാനും ഇടയായി തീരണം. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് എന്നാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് ആ തിരുവചനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊക്കെ ഒന്നൊന്നായിട്ട് പറയുവാനൊന്നുമല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. 119 സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ന്യായപ്രമാണം കൃത്യമായി ആചരിക്കണം എന്നവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ തിരുവചനം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മക്കൾ കൃത്യമായിട്ട് ആചരിക്കണം. ലോകജനങ്ങൾക്ക് അത് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അവരത് വായിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോടും സംസാരിച്ചുകൊണ്ടിരിക്കും. അവർ ഈ കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ആരൊക്കെ ഈ വചനം വായിക്കുന്നുവോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളും രക്ഷിക്കപ്പെടാത്തവരൊക്കെ ഈ വചനം വായിച്ചാൽ എന്ത് സംഭവിക്കും? അത് കൃത്യമായിട്ട് അത് വായിക്കുകയാണെങ്കിൽ, അത് മനസ്സിലാക്കുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം അവനെ കർത്താവിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു വിധമാകുന്ന സംശയമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ
നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയമുള്ളവരെ, അതിൻ്റെ 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞതായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ തേജസ് പിതാവിൻ്റെ, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൻ്റെ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പം സ്വർഗത്തിലെ ദൈവം, അപ്പം ദൈവത്തിൻ്റെ ഈ വചനം എന്ന് പറയുന്നത് എന്താ? ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തോടു കൂടി ഇരുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം, അവൻ വചനമായിരുന്നു. അവൻ ജഡമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വന്നു. ഇതിനാ അവൻ ദൈവം, പിതാവായ ദൈവം ജഡമെടുത്ത്, അല്ലെങ്കിൽ വചനമായിരുന്ന ദൈവം ജഡമെടുത്ത് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നത് പാപികളും ദോഷികളുമായിരുന്ന നമ്മൾക്ക് നിത്യജീവൻ നൽകുവാൻ, ആശ്രയമില്ലായിരുന്ന നമുക്ക് ആശ്രയം നൽകുവാൻ, സമാധാനമില്ലാത്ത നമുക്ക് സമാധാനം നൽകുവാൻ, ഉടമസ്ഥനില്ലായിരുന്ന നമ്മുടെ ഉടമസ്ഥം ഏറ്റെടുക്കുവാൻ, അങ്ങനെ നമ്മുടെ എല്ലാ ആധികാരികമായ ഉടമസ്ഥതയും സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്, മുഖാന്തരമായി തീർന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വായിച്ചാട്ടെ. ഈ വാക്ക് നമ്മൾ കാണുന്നത് എന്താ? എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഈ വചനം തന്നിരിക്കുന്നത് എന്താ? അത് തള്ളിക്കളയാതെ, ഉപേക്ഷിക്കാതെ, അത് കൈക്കൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം. ഇവിടെ നമ്മൾ വായിച്ചു, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അപ്പോൾ നമുക്കൊരു ന്യായവിധിയുണ്ട്. നാം കേട്ടതായ, നാം വായിച്ചതായ, നമ്മോട് സംസാരിച്ചതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നമ്മോട് ഇടപെട്ടതായ ദൈവത്തിൻ്റെ വചനം, അത് നമ്മൾ അനുസരിക്കാതിരുന്ന എന്ത് ചെയ്യും? ഒടുക്കത്തെ നാളിൽ ആ വചനം മുഖാന്തരം നാം ഏത് വചനമാണോ ഇത്രയും കാലം വായിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും കാലം ധ്യാനിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും കാലം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ആ വചനം എന്ത് ചെയ്യും? നമ്മളെ ഓരോരുത്തരെയും ന്യായം വിധിക്കും. അത് ദൈവത്തിൻ്റെ കല്ലപ്പാണ്. അപ്പം ഈ വചനത്തോട് ഉള്ള ബന്ധത്തിൽ നമുക്ക് വളരെയധികം കടപ്പാടുണ്ട്, വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ഇനി നമുക്ക് 6-ാം അധ്യായം, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാമത്തെ വാക്യം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയാണ്, എന്നെ അയച്ച പിതാവിനൊരു ഉദ്ദേശമുണ്ട്. അവൻ എനിക്ക് തന്നിരിക്കുന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. നമ്മുടെ നാം അനുഗമിക്കുന്ന, നാം സേവിക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. അത് പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ചതായ ലക്ഷ്യമാണ്. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ കർത്താവിനെ സേവിച്ച് ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾക്കും നമ്മുടെ ഇടപാടുകൾക്കും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തക്കവണ്ണം ചെയ്യും പ്രതിഫലം തരുവാനായിട്ട് അവൻ്റെ പക്കൽ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അവൻ്റെ ഇഷ്ടം നിറവേറ്റുക. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മൾ പലപ്പോഴും വായിക്കുന്നവരാണ്. എന്നാൽ എന്താ? അത് പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം അടക്കി വെച്ചിട്ട്
നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മോട് കൃത്യമായിട്ട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യും, മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകും. എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാനോ അനുസരിക്കുവാനോ നമുക്ക് താല്പര്യമില്ല. പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ ഈ ദൈവവചനത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക. ദൈവവചനം അത് വായിച്ച് ധ്യാനിച്ച് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിതം നയിക്കുവാൻ, ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിശാച് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് വായിക്കുവാനും ധ്യാനിപ്പാനും അനുസരിപ്പാനും ഒന്നും അവൻ ഒരിക്കലും നമ്മെ കൊണ്ട് സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പ്രിയമുള്ളൊരു അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നാം ഒരിക്കൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ളതായ വിടുതൽ നാം പ്രാപിച്ചു. ഇന്ന് നാം എന്താണ് നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു വീണ്ടെടുപ്പുള്ളതായ ഒരു വിജയകരമായ ക്രിസ്തീയ നയിക്കുവാൻ നമ്മളെല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ, ദൈവം പ്രസാദിക്കുന്ന നിലയിലുള്ളതായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുക. അത് ലാഘവത്തോടൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഈ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുക. പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങളെ ഒന്നും നമ്മൾ താണുകൊടുക്കുന്നതായ സ്വഭാവമില്ല. എല്ലാറ്റിനും നമ്മൾ മുന്നിട്ട് നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിശാചും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യും? എല്ലാം എൻ്റെ മുൻപിൽ, എല്ലാ മുഴക്കാലും എൻ്റെ മുമ്പിൽ നടക്കണം, എന്നെ നമസ്കരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ ഒരു കാലത്ത് കേട്ടതിൻ്റെ അനന്തരഫലമാണ് സകല മനുഷ്യരും പാപികളായി തീർന്നു, ദൈവത്തിൽ നടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ആ ശരീരത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. കർത്താവ് ഒരുക്കിയ സൗജന്യമായ രക്ഷയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ടായി നാം ദൈവമക്കളായി തീർന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അനന്തര ജീവിതത്തിൽ പ്രായോഗികമായി അനുസരിക്കുവാനും അനുഷ്ഠിക്കുവാനും പാലിക്കുവാനും ദൈവത്തിൻ്റെ വചനം നമുക്ക് ധാരാളമായിട്ട് നൽകി തരുന്നു. സ്വയമായി വായിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. നമ്മൾ അനവധി ദൈവവചന ശുശ്രൂഷകൾ മറ്റുള്ളവരിലൂടെ നമുക്കത് കേൾക്കുവാനായിട്ട് ഇടയായി തീരും. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാം? അതനുസരിക്കുവാനായിട്ട് ഇടയായി തീരണം. പൊരുതിക്കരുതി 1 ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. പ്രിയമുള്ള നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മൾ വായിച്ച വേദഭാഗത്ത് അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമ്മുടെ ഉടമസ്ഥൻ അവനാണ്, സകലം അറിയുന്നവൻ. നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, നമ്മൾ ഇരട്ടത്ത് ചെയ്യുന്നത്, നമ്മുടെ ആലോചനകൾ, അതിനൊക്കെ അവർക്ക് എന്ത് ചെയ്യും? ദൈവം വെളിപ്പെടുത്തും. അതിന് തക്കവണ്ണം നമ്മോട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, സ്നേഹവാനായ ദൈവമാണ്, കരുണാസമ്പന്നനായ ദൈവമാണ്, ദയാതൽപരനായ ദൈവമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്. അപ്പം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ആലോചനകൾക്ക് തക്കവണ്ണം നമ്മോട് ഏർപ്പെടുന്ന ദൈവമാണ്. അപ്പം നമ്മുടെ ആലോചനയൊക്കെ എന്ത് ചെയ്യുക? ദൈവവചനത്തിന് അനുസൃതമായ ആലോചനയായിരിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് വായിക്കുവാനായിട്ട് കഴിയും? ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. പ്രിയ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന കാര്യമാണ്. ഇസബേലിനെ കുറിച്ചൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരും.
നമുക്കറിയാം യെശയ്യാവിൻ്റെ പല രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരിക്കുന്ന ഇസബേല് ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന അല്ലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തി പിശാചിനും അവൻ്റെ ദൂതന്മാരെയും ആരാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനാണ് എന്ന് പറഞ്ഞത് എന്താ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. ഈ ലോകത്തിൽ നമുക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യം, പിന്നെ ദൈവത്തിന് മാത്രം മനസ്സിലാവും. നമ്മുടെ ഒപ്പമുള്ളതായ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ ഒന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾപ്പൂവിൻ്റെ ഉള്ളിലുള്ളതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ളതായ കാര്യങ്ങൾ ഒന്നും ആർക്കും അറിയത്തില്ല. വളരെ രഹസ്യമായിട്ട് നല്ല ചിരിച്ച മുഖത്തോടുകൂടെ നമുക്ക് എല്ലാവരോടും ഏർപ്പെടാം. എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? പകയും വിദ്വേഷവും പണക്കവും ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളതായ അവസ്ഥകളെ നന്നായിട്ട് അറിയുന്ന ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾ ഏവർക്കും പകരം ചെയ്യും. അപ്പോൾ ഇത്രമാത്രം നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. അത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ നമ്മുടെ സ്വഭാവങ്ങളെല്ലാം നന്നായിട്ട് അറിയുള്ളൂ. നമ്മളെക്കാൾ അറിയുന്നത് നമ്മുടെ ദൈവത്തിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ ഇന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വെക്കുക, നാളത്തെ കാര്യങ്ങളൊക്കെ നാളെയാണ് ക്രമീകരിച്ച് വെക്കുന്നത്. എന്നാൽ ഞാൻ നാളെ ചിന്തിക്കാൻ പോകുന്നതും ക്രമീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടെ അറിയുന്ന ഒരു ദൈവമാണ് നമുക്ക് പിതാവായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ശരിയായ പാതയിൽ നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. പറയുമ്പോഴേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ് എന്നൊക്കെ യഹൂദ വിശ്വാസികളെ, യഹൂദ ക്രിസ്ത്യാനികളെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത വിഷയങ്ങളിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ ആലോചനയെന്നും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടെന്നും അവർക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം? ആ വചനം അവരോട് പല നിലയിൽ അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. ഇനി യെശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ അവൻ്റെ വചനം കേട്ടുകൊള്ളുക. ദൈവം പറയുന്നത് എന്താ? ഈ വചനം ഈ വചനത്തിൻ്റെ പ്രത്യേകത, ആ വചനം എന്താണ്? ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ആ വചനം. ആ വചനത്തിൻ്റെ മുമ്പാകെ വിറയ്ക്കുന്നവരായിരിക്കണം. യഹോവയായ ദൈവം താൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങൾ. എന്നാൽ തൻ്റെ കൈകൊണ്ട് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞ് തൻ്റെ ജീവൻ ഊതി ജീവനുള്ള ദൈവങ്ങളായി തീർന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്നവരായി തീരണം. എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നവരായി തീരണം, അനുസരിക്കുന്നവരായി തീരണം. അത് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണം. അതുപോലെ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല, എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ്? അത് വൃഥാവായിട്ടൊരിക്കലും മടങ്ങി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയില്ല. ദൈവം തൻ്റെ വചനം നമുക്ക് നൽകി തരുന്നതാണ്. ആ വചനത്തിനൊരു ഇഷ്ടമുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. അത് നിവർത്തിക്കുവാനാണ് ആ വചനം നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് വ്യക്തമായിട്ട് സാധിപ്പിച്ചതിന് ശേഷമാണ് ആ വചനം മടങ്ങി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഈ വചനം നമ്മൾ എത്രയോ വായിച്ചു, എത്രയോ കേട്ടു, എത്രയോ അത് നമ്മളോട് കൃത്യമായിട്ട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിവർത്തിച്ചുകൊണ്ടാണോ നാം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. സ്വർഗത്തിലെ ദൈവം ദയാലുവാണ്. നമ്മുടെ പരിമിതികളും കുറവുകളെല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളതായ നഗ്നവും മലർന്നുമായ അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പാകെ സകലവും നഗ്നവും മലർന്നവുമാണ്. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ പിതാവ്.
ആകിയാൽ വളരെ ഭയത്തോടെ വളരെ ദൈവത്തെ ഭയപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തിരുവേദന നമ്മൾ വായിക്കുമ്പോൾ ഈ വചനം അത് പല നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ അതൊരു വ്യക്തി കണ്ണാടിയായിട്ടാണ്, വചനം കണ്ണാടിയായിട്ടാണ് അവിടെ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മളിങ്ങനെയാണ് ആ ഭാഗത്ത് വായിക്കുന്നത്: ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവൻ ആയിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കും. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ആ വചനം അവൻ്റെ രൂപം വളരെ വ്യക്തമായിട്ട് അവന് മനസ്സിലാക്കി കൊടുക്കും. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ, നാം വായിക്കുമ്പോൾ നമ്മുടെ രൂപം എന്താണെന്നുള്ളത് വളരെ തെളിഞ്ഞ് ആ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിമിതികൾ, കുറവുകൾ, തോൽവികൾ, പോരായ്മകൾ ഒക്കെ വചനം നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ എന്ത് ചെയ്യണം? വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ, അത് അനുസരിക്കുവാനുള്ളതായ ബാധ്യത കേൾവിക്കാർക്കുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ്. ആ കണ്ണാടി മുമ്പാകെ നാം നിൽക്കുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ വചനം വായിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വചനം ഏതൊരു സമയത്ത് വായിക്കുമ്പോഴും ആ വചനം വളരെ കൃത്യമായിട്ട് സൗമ്യമായിട്ട് അത് നമ്മോട് സംസാരിക്കും. നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ആ വചനത്തിൻ്റെ മുമ്പാകെ നമ്മുടെ പരിമിതികളൊക്കെ മാറ്റിവെച്ച് എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നാം വായിക്കുന്ന, നാം കേൾക്കുന്ന, നാം മനസ്സിലാക്കുന്ന ദൈവവചനത്തോട് ഒരു ആത്മാർത്ഥത പുലർത്തുവാൻ നമുക്കിടയായി തീരണം. നമ്മുടെ മനോഭാവങ്ങളൊക്കെ എന്താണെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നന്നായിട്ട് അറിയുന്നു. അവൻ്റെ മുമ്പാകെ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ല. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പ്രവൃത്തികൾ ഒക്കെ ദൈവത്തിന് പ്രസാദകരമായി തീരും. ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ആഗ്രഹിക്കുന്ന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനോഭാവം വളരെയധികം ആവശ്യമാണ്. അങ്ങനെ ശരിയായ പാതയിൽ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അത് യിരെമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ അത് തീയാണ്. ദൈവത്തിൻ്റെ വചനം തീയാണ്. നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഈ ദൈവത്തിൻ്റെ വചനം അത് തീയാണ്. അത് നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ചപ്പ് ചവറുകളൊക്കെ, അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് പ്രയോജനമില്ലാത്ത, ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയാത്ത പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യും? അത് ശാമ്പലാക്കി കളയും. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിനുള്ള ബന്ധത്തിൽ ജനമായിരിക്കുന്ന ഇസ്രായേലിനോട് ദൈവം പറയാണ്: എൻ്റെ അരുളപ്പാടുകൾ, എൻ്റെ വചനം തീ പോലെ. ഇസ്രായേൽ മക്കൾക്ക് അത് പല പ്രാവശ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവം തീ അയച്ച് ദഹിപ്പിക്കുന്ന സന്ദർഭങ്ങളൊക്കെ അവരുടെ പരിഗണയാത്രയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ ഉപേക്ഷിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് തീ. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ തന്നെ പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഏതെല്ലാം നിലയിലാണ് ഓരോ ദിവസവും പിശാച് നമ്മെ പ്രതിസന്ധിയുടെ കണികളിൽ കൊണ്ടുവെക്കുന്നത്. നമുക്കത് ഉടച്ചു മാറ്റുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമായിട്ട് പരിഹാരം നൽകി തരും. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളെ തകർക്കുന്ന, അല്ലെങ്കിൽ പാറയെ തകർക്കുന്ന ചുറ്റികയായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് കൂടെയുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വാസ്തവമായ നിലയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഈ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതേ കർത്താവായ യേശുക്രിസ്തുവാണ് തിരുവെഴുത്തായിട്ട് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ മുമ്പായിട്ട്. വചനം വായിക്കുക എന്ന് പറഞ്ഞാൽ, വചനത്തിൽ ആശ്രയിക്കുക അനുസരിക്കുക എന്ന് പറഞ്ഞാൽ
ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ള ചിന്ത നമ്മെ ഈ ശ്രദ്ധയിൽ ഭരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തീയാണ്, അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഒരു പ്രതിസന്ധിക്കും ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അവനെ പിന്നോട്ട് നയിക്കുവാൻ അല്ലെ അവനെ തളർത്തുവാനായിട്ട് കഴിയുകയില്ല. അതിനെയൊക്കെ തച്ചുടച്ച് ശരിയായ പാത ഒരുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമുക്ക് പ്രയാസമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, ആകുലങ്ങളാകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങളുണ്ട്. വിവിധ നിലയിലുള്ളതായ കാര്യം, മക്കളെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ, മാതാപിതാക്കന്മാരെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ, സമൂഹത്തോടുള്ള ബന്ധത്തിലുള്ളതായ കാര്യങ്ങൾ, അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങളിലുള്ളതായ ഭാരങ്ങൾ, അങ്ങനെ അനവധി വിഷയങ്ങളാണ്, ഭാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ അതൊക്കെ നീക്കുവാൻ തക്കോണം നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്, നമ്മുടെ രക്ഷിതാവിലാണ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പം, യഹോവയായ ഞാൻ ഹൃദയത്തിലെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെയും ഫലത്തിന് തക്കവണ്ണം കൊടുക്കും. യഹോവയായ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നതാണ്, ഹൃദയത്തെ നിരൂപണങ്ങൾ അറിയുന്നതാണ്, ഹൃദയത്തിൻ്റെ ചിന്താഗതികൾ അറിയുന്നവനാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും ചിന്താഗതികൾക്കും പ്രവൃത്തികൾക്കും നടപ്പിനും ഒക്കെ അനുസരിച്ചാണ് ദൈവം ഓരോർക്കും പ്രതിഫലം നൽകുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മളിത് വായിച്ച ഭാഗത്ത് ഈ ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് എന്ന് നമുക്കിവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സാധാരണ വാളുകൾക്ക് ഒരു ഭാഗത്ത് മാത്രമേ മൂർച്ചയുള്ളൂ, എന്നാൽ ദൈവവചനത്തിന് രണ്ട് ഭാഗത്തും ഒരുപോലെ മൂർച്ചയാണ്. അകത്തോട്ട് പോയാലും മുറിയും, പുറത്തോട്ട് വന്നാലും മുറിയും. ഈ വചനം എപ്പോഴും നമ്മെ മുറിപ്പെടുത്തുന്നതാണ്. ആ വചനം അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ പ്രസംഗിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്. ഈ മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ, അത് പറയുമ്പോൾ അത് നമ്മെ മുറിപ്പെടുത്തുന്നതാണ്. അത് മുറിപ്പെടുത്തുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. വേദന ഉണ്ടാകുമ്പോഴാണ് പരിഹരിക്കേണ്ട കാര്യങ്ങൾ നാം പരിഹരിക്കുന്നത്, നാം ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത്, ക്ഷമിക്കേണ്ട കാര്യങ്ങൾ നാം ക്ഷമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. എഫേസ്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിക്കുന്നു, രക്ഷ എന്ന ശിരസ്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളണം. ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ളതായ ഏക ആയുധമെന്ന് പറയുന്നത് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനമാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഏക വാളെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പിശാചിനോട് എതിർക്കുവാൻ നമ്മുടെ കഴിവുകളും നമ്മുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും പിശാചിനെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനം. നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ച പിശാചിൻ്റെ ആ വാക്കുകളൊക്കെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. കർത്താവ് അതിനെയൊക്കെ നേരിട്ടത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലയോ എന്ന് ചോദിച്ചാണ് പിശാചിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ പുതിയ വിശ്വാസികളായ നമ്മുടെ ബന്ധത്തിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന പിശാചിൻ്റെ എല്ലാ ആശയങ്ങളെയും തോൽപ്പിക്കാൻ കഴിയുന്നത് അത് ദൈവത്തിൻ്റെ വചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സഹായിക്കണം. ആ വചനം നമുക്ക് വിളക്കാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിന്നെ കൈകളിൽ വഹിക്കുന്ന ഒരു ദൈവം നമ്മോട് അരുളിച്ചെയ്യാണ്. ദൈവത്തിൻ്റെ വചനം നിനക്ക് പ്രതിസന്ധികളിൽ, കൂരിരുട്ടിൻ്റെ താഴ്വരകളിൽ നിനക്ക് പ്രകാശമായിട്ട് ഐശ്വര്യമായിട്ട് നിന്നോട് മുന്നോട്ട് നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. പ്രിയമുള്ള വചനത്തെക്കുറിച്ച് പല കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. ആ വചനം അത് മായമില്ലാത്ത പാലാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്.
അവിടെ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇതിലാണ് വായിക്കുന്നത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം. ആത്മീയമായി ഒരു വളർച്ച ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ അവരുടെ ആത്മീയമായ വളർച്ച, ആ വളർച്ചയുടെ ഒടുവിൽ എന്താ നമ്മൾ വായിക്കുന്നത്? 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ കട്ടിയുള്ള ആഹാരം, കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട കാലഘട്ടമാണ്. എന്നാൽ കട്ടിയായ ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും അനുസരിക്കുവാനും ദഹിക്കുവാനും കഴിയുകയില്ല. ഇപ്പോഴും പാൽ കുടിക്കുന്നതായ അനുഭവം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. അപ്പം നമുക്കൊരു ആത്മീയമായ വളർച്ചയുണ്ട്. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ആത്മീയമായ ഒരു വളർച്ചയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേർന്നാൽ എന്ത് ചെയ്യും? കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ, അവൻ്റെ സ്വഭാവത്തോട് നമ്മൾ എന്ത് ചെയ്യും? അനുരൂപരായി തീരുക. ക്ഷമിക്കുവാനും സഹിക്കുവാനും വിട്ടുകളയുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ്. സകലത്തിൻ്റെയും അധികാരിയായിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹം, അവൻ്റെ ആ ക്ഷമ, അവൻ്റെ ദീർഘക്ഷമയൊക്കെ തിരുവേദനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. അവനോട് പോരാടുന്ന, അവനെ വളരെ എണ്ണിപ്പിക്കുന്ന, അവനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, അവൻ്റെ ചുറ്റുപാടും നിൽക്കുന്ന ജനത്തോട് ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവെ ആ സഹോദരനെ അറിയാതെ ചെയ്തതായതുകൊണ്ട് അവനോട് ക്ഷമിക്കണമേ. ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് കഴിയണം. പക്വതയുടെ ഒരു മാനദണ്ഡമാണ്, ഒരു സ്വഭാവമാണ്, ഒരു പാകതയിലേക്ക് നാം എത്തിച്ചേരണം. നാം ഉപദേശിക്കുവാൻ സമർത്ഥന്മാരായി തീരണം. വല്ലാത്തൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വക്രതയും കോട്ടവും നിറഞ്ഞതായ ഒരു ലോകത്തിൽ പലരും ക്രിസ്ത്യ ജീവിതത്തിൽ താളടിയായി തീരുന്ന ഒരു ലോകത്തിൽ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമൊക്കെ കേൾക്കുന്നതായ ഒരു ലോകത്തിൽ ദൈവം നമുക്ക് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിച്ച് ധൈര്യത്തോടെ ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നു. ഒരു ആത്മീയമായ പക്വതയിലേക്ക് ദൈവത്തിൻ്റെ വചനം കേൾവി, നമ്മുടെ വചന ശുശ്രൂഷകൾ ആ ഒരു നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീരണം. അസാധ്യമായിട്ട് ഒന്നുമില്ല. പലപ്പോഴും നമ്മുടെ സ്വയം ഒന്ന് താഴ്ത്തുക, അതൊന്ന് ഇറക്കി വെച്ച് സ്നേഹത്തിൻ്റെ കൊടുക്കയിൽ ഐക്യത്തോടെ മുന്നേറുക. ഈ ചെറിയ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മോശപ്പെടുമാറാകട്ടെ.